1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം തൊട്ടനുഗ്രഹിച്ച ജീവിതങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള യാത്ര. ബെത്സൈദ ദ ഹീലിംഗ് പോൺ. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വെച്ചാൽ അത്ര ഫീലുള്ള പാട്ട് ഗാഗുൽത്ത മലയിൽ നിന്നുള്ള പാട്ട് ഇങ്ങനെ പാടാനായിട്ട് തുടങ്ങിയാണ്. അപ്പം അങ്ങനെ ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റിൽ നിന്ന് പാടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വരുന്നില്ല. ഈ 2 ജൂനിയർ ഡോക്ടർമാരും അതിൻ്റെ ഹെഡ് ഇങ്ങനെ എന്നോട് ചോദിച്ചു, ബെന്നി എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, കുറേ വർഷമായിട്ട് ഞാൻ വല്ലയിടത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുള്ളി ചോദിച്ചത്, പാട്ടല്ലാണ്ട് വേറെ വല്ലതും അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാട്ടല്ലാണ്ട് ഈ വേറെ നിലവിൽ അറിയാൻ മേല. അപ്പോൾ പുള്ളി പിന്നെ അടുത്ത പറഞ്ഞ വാക്കൊരു ഇത്തിരി കടുകട്ടിയായി പോയി. എന്നൊരു കാര്യം ചെയ്യും, പറ്റാവുന്ന പണി എന്തെങ്കിലും വേറെ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പാടി, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഈശോ, ഞാൻ ഇനി ഡോക്ടറെ കാണലൊക്കെ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും ശുശ്രൂഷ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ കർത്താവ് നീ എനിക്കൊരു ആ സ്വരം തിരിച്ചു തരണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അവിടെ നിന്ന് തന്നെ ഡോക്ടർക്ക് ഗുഡ് ബൈ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പോന്നു. അച്ഛൻ ഇങ്ങനെ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ഈശോ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇങ്ങനെ തേൻ പോലുള്ള എന്തോ ഒരു ദ്രാവകം ഇങ്ങനെ ഇറ്റിച്ച് വീഴിക്കുന്ന ഒരു ദർശനമാണ് അച്ഛൻ കാണുന്നത്. പെട്ടെന്നൊരു ഇത് എൻ്റെ തൊണ്ടയങ്ങ് തുറന്നു. പിന്നീട് എനിക്ക് നന്നായിട്ട് അങ്ങ് പാടാൻ പറ്റുന്നുണ്ട്, സ്തുതിക്കാൻ പറ്റി. ആ ഒരൊറ്റ നിമിഷത്തിലാണ് ആ ഒരു ഹീലിംഗ് സംഭവിച്ചത്. ബെത്സൈദയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ബ്രദർ ബെന്നി തോമസ്. നമുക്ക് ബെന്നി ബ്രദറിനെ പരിചയപ്പെടാം. ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ബ്രദറെ, ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ബെന്നി ബ്രദറിനെ എനിക്കൊരു 13 വർഷത്തെ പരിചയമുള്ളത്. ഞാൻ വൈദികനായിട്ട് പോട്ട ആശ്രമത്തിൽ വരുമ്പോൾ പോട്ട ആശ്രമത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ഗായകനായിട്ട് ഗാനശുശ്രൂഷയായിട്ടുണ്ട്. അന്ന് തൊട്ട് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, ആളെ അറിയാം, കുടുംബം അറിയാം. പക്ഷേ ഈ അടുത്ത ഇടയ്ക്കാണ് ഞാൻ ബെന്നി ബ്രദറിൻ്റെ ഒരു സാക്ഷ്യം കേട്ടത്. ഞാൻ പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷേ എവിടെയോ ആശ്രമത്തിലൊരു ധ്യാനത്തിനിടയിൽ ഷെയർ ചെയ്യുന്നതിനിടയിൽ എവിടെയോ ഒരു സാക്ഷ്യം പറഞ്ഞു കേട്ടു. ആ ഒരു ജീവിതാനുഭവം എനിക്കത് മുഴുവനും കേൾക്കാനും പറ്റിയില്ല. അതിൻ്റെ പകുതി ഞാൻ നിപ്പിൽ കേട്ടതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇന്ന് ഈ സീറ്റിലേക്കൊന്ന് ബെന്നി ബ്രദറിനെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ബെന്നി ബ്രദറിനെയും ബ്രദറിൻ്റെ വീട്ടുവിശേഷങ്ങളും ശുശ്രൂഷാനുഭവങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. വീട്, സ്ഥലമൊക്കെ എനിക്ക് പരിചയമാണ്, എങ്കിലും നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വീട്, സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. തീർച്ചയായിട്ടും. ഞാൻ വൈക്കം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. വൈക്കം ഫൊറോനയുടെ കീഴിൽ പ്രത്യേകിച്ച് വിൻസെൻഷൻ ആശ്രമത്തോട് ചേർന്നുള്ള തോട്ടകം സെയിൻറ്റ് ഗ്രിഗോരിയോസ് ഇടവകാംഗമാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഭാര്യ, 2 മക്കൾ. മോൻ പഠനമെല്ലാം കഴിഞ്ഞു. അവനൊരു സൗണ്ട് എഞ്ചിനീയറാണ്, പാട്ടുകാരനാണ്, കീബോർഡ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണ്. അവനങ്ങനെ കൊച്ചു കൊച്ചു വർക്കുകളൊക്കെ ആയിട്ട് നടക്കുന്നു. മോള് പഠനമെല്ലാം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, ഉപരിപഠനത്തിനായിട്ട് ഒന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. വൈഫ് വീട്ടിൽ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ നടക്കുന്നു. സഹോദരങ്ങളും ബാക്കിയുള്ള എല്ലാവരും ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ചാച്ചനും അമ്മയൊക്കെ നേരത്തെ തന്നെ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടു. ജന്മദേശം തോട്ടകം തന്നെയാണ്, അല്ലല്ല വൈക്കം തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും തോട്ടകം പള്ളിയിലാണ് ബാല്യകാലങ്ങളൊക്കെ. തീർച്ചയായിട്ടും എനിക്ക് ഇടവക കൊയർ ഒക്കെ തീർച്ചയായിട്ടും ഇടവക കൊയറിൽ സജീവമാണ്. പിന്നെ പഠിച്ചു വന്ന സമയത്തൊക്കെ ഗായക സംഘത്തിലുണ്ട്. കുഞ്ഞിലേ മുതൽ തന്നെ ഗായക സംഘത്തിൽ സജീവമാണ്. ഇപ്പോഴും ഗായക സംഘത്തിലുണ്ട്. പൊട്ടയിൽ ശുശ്രൂഷയില്ലാത്ത സമയങ്ങളിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും. പ്രിയമുള്ളവരെ, ബെന്നി ബ്രദർ പല ആൽബങ്ങളിൽ മ്യൂസിക് വർക്കുകളൊക്കെ ആയിട്ട് അതുകൂടെ ഒന്ന് കേൾക്കാതെ എനിക്ക് തോന്നുന്നു. ഞാൻ പോട്ടയിൽ വന്നതിന് ശേഷം പ്രിയപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ അവിടെ ഡെയിലി പ്രേയറിന് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. അച്ഛനിങ്ങനെ പെട്ടെന്ന് പാട്ടുകളൊക്കെ എഴുതുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഇതേപോലെ ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പള്ളിക്കകത്ത്. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്നൊരു ചിന്ത വന്ന് അച്ഛൻ പെട്ടെന്ന് സ്തുതിപ്പിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ സംഗീതത്തിൽ വന്ന് കുറച്ച് വരികൾ എഴുതി അന്ന് വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ നീ ഇതിന് ട്യൂണിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സംഗീതത്തിൽ ജന്മവാസന എന്നുള്ളതല്ലാണ്ട് എനിക്ക് പഠിച്ചതോ അറിവൊന്നുമില്ല. പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. അപ്പോൾ അച്ഛനിത് തന്നപ്പോൾ ഞാൻ മനസ്സിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, പറഞ്ഞു പരിശുദ്ധാത്മാവ് സഹായിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഈ ഡെയിലി ശുശ്രൂഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആശ്രമത്തിൻ്റെ പരിസരങ്ങളെല്ലാം
നല്ല നല്ല ശാന്തതയാണ്, പ്രത്യേകിച്ച് പടി ഓലപ്പന്തല്. ഓക്കെ. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ പോയിരുന്നിട്ട് കർത്താവ് അച്ഛൻ എന്നെ പോലെ ഒരു സംഭവം തന്നിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും പരിശുദ്ധാത്മാവ് സഹായിക്കുമല്ലോ, പരിശുദ്ധാത്മാവുള്ള സംഗീതം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് പാട്ടിനൊരു ഈണം കൊടുത്തു. എന്ന് വെച്ചാൽ ബെന്നിയുടെ ഈണം അല്ല, ശരിക്കും അത് പരിശുദ്ധാത്മാവ് തന്ന ഈണമാണ്. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത പാട്ടാണ് അൽത്താരയിൽ പൂജ്യ ബലുവസ്തുവായിടും. ആ ഈരടികളൊന്ന് പാടിക്കൊണ്ട് നമുക്ക് പ്രവേശിക്കാം. അൽത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന, ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഇങ്ങനെയാണ് ആ പാട്ട്. പ്രിയമുള്ളവരെ, ഈ ഗാനം അറിയാൻ പാടില്ലാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് എൻട്രൻസ് സോങ് ആയിട്ട്, പ്രവേശന ഗാനമായിട്ട് ആലപിക്കുന്നത്. ആ ഗാനത്തിന് ഈണം നൽകിയ ആളാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഈ കസേരയിലിരിക്കുന്നത്. തുടർന്ന് താങ്ക് യു ചാൻ. അപ്പോൾ അങ്ങനെ ആ പാട്ട് ചെയ്തു. പിന്നീട് എന്താ പറയുന്ന അച്ഛൻ്റെ തന്നെ, കൊച്ചുമാത്തിച്ചൻ്റെ തന്നെ പല നാളുകളിലായിട്ട് ഒരു 10-25ഓളം പാട്ടുകൾ ഞാൻ ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഒരു 1000-800-ലധികം പാട്ടുകൾക്ക് ഇതിനോടൊക്കെ സംഗീതം ചെയ്യാനായിട്ട് 800-ൽ പരം പാട്ടുകൾക്ക് സംഗീതം കൊടുത്തു തന്നു. പിന്നെ കൂടാണ്ട് മലയാളത്തിലെ പ്രാവീണ്യമൊന്നും എനിക്കില്ല, പക്ഷേ ശ്രമിച്ചു, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു. ഒരു 1000-400ഓളം പാട്ടുകൾ പലപ്പോഴായിട്ട് എഴുതാനും, പ്രത്യേകിച്ച് നമ്മുടെ ജപമാല, മാതാവിൻ്റെ ജപമാലയും കരുണയുടെ ജപമാലയും ത്രിഹൃദയവും എഴുതിയിട്ടുള്ള പാട്ടില് ഏറ്റവും കൂടുതൽ ആളുകൾ പാടി കേട്ടിട്ടുള്ള ഒരു പാട്ട് കന്യകമാതാവേ അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്കു വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് കുറെ തന്ന് അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും വെച്ചാൽ ഞാൻ പരാതി പറയാനില്ല. ഇല്ലൊന്നുമില്ല, ഫുൾ ക്രെഡിറ്റ് പരിശുദ്ധാത്മാവാണ്. കാരണം എൻ്റെ രാഗം, ഇപ്പോൾ ഈ പാട്ടുകളെ കുറിച്ച് ആരെങ്കിലും അതിൻ്റെ രാഗം ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. അപ്പോൾ ഞാനൊരു കാര്യം പറയാറുള്ളൂ, പരിശുദ്ധാത്മാവാണ് എൻ്റെ രാഗം. രാഗം പരിശുദ്ധാത്മാവിനെ പറയേണ്ടി വരുമോ? അങ്ങനെ ഞാൻ പറയാറുള്ളത്, പരിശുദ്ധാത്മാവാണ് രാഗം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. കാരണം ഞാൻ കീബോർഡ് എനിക്ക് അറിഞ്ഞുകൂടാ, സംഗീതത്തിന്റെ ബാലപാഠം പോലും എനിക്ക് അറിഞ്ഞുകൂടാ, ജന്മവാസനയായിട്ട് കിട്ടിയൊരിതാണ്. പക്ഷെ അതിൽ പരിശുദ്ധാത്മാവ് അങ്ങ് ഇടപെട്ടപ്പോൾ ഞാനൊക്കെ വൈദികനാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയിൽ പ്രവേശിച്ചവരാണ് നിങ്ങൾ. അപ്പൊ ബെന്നി ബ്രദർ എങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നത്? ആ പശ്ചാത്തലമൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ശുശ്രൂഷയിലേക്ക് വരുന്നതിൻ്റെ പശ്ചാത്തലം, ഞാൻ പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് സംഗീതം പഠിക്കാൻ ആഗ്രഹിച്ചു. പിന്നെ കുറച്ചും കൂടി പഠിക്കണമെന്ന്, അല്ലാണ്ട് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ശിഷ്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും 2 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോയില്ല. കോളേജിൽ പോയിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതും നടന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത നിരാശയിൽ ഞാൻ അന്ന് ഒരു 2 വർഷത്തോളം ബാംഗ്ലൂർ ഒരു ചെറിയ ജോലിക്കായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എൻ്റെ വിശ്വാസ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മറ്റൊരു ഇതായതുകൊണ്ട്. ഏതായാലും അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ വളരെ സങ്കടത്തിലാണ്. കാരണം അതുവരെ ഞാൻ നാട്ടിൽ പാടിക്കൊണ്ടിരുന്ന അവസരങ്ങളെല്ലാം പോയി. എന്നാൽ എന്താ പറയുന്നത്, കോട്ടയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കരിസ്മാറ്റിക് ധ്യാനത്തെക്കുറിച്ചോ എനിക്കൊരു അറിവൊന്നുമില്ല. പക്ഷേ എൻ്റെ അമ്മച്ചിയും ചേട്ടനുമാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ധ്യാനത്തിന് പോയിരിക്കുന്നത്. അതായത് കോട്ടയുടെ തുടക്കകാലത്ത് അമ്മച്ചിയും ചേട്ടനും ഒക്കെ വന്നു. അപ്പം അന്നൊക്കെ ജനക്കൂട്ടമാണ്, താമസിക്കാൻ സൗകര്യമില്ലാണ്ട് ഏതൊക്കെ സ്കൂളിലൊക്കെ ഇങ്ങനെ താമസിക്കായിട്ടും കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയെക്കുറിച്ച് എനിക്കൊരു ചിന്തയേ ഇല്ല. പക്ഷേ ഞാൻ ശുശ്രൂഷയിലേക്ക് വരാനായിട്ടൊരു കാരണം എൻ്റെ ഒരു ചേച്ചിയാണ്, എൻ്റെ ഒരു ചാച്ചൻ്റെ ഒരു പെങ്ങടെ മോള്, അമ്മായിയുടെ മോളാണ്. ബെന്നി ബ്രദറിനെ ഈ കസേരയിൽ ഇന്ന് വിളിച്ച് ഇരുത്തുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ട്. ദൈവം ഇടപെട്ട ചില ജീവിതാനുഭവങ്ങൾ, ആ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു. തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കടപ്പാടും എനിക്ക് ഈശോയോടുള്ള ഏറ്റവും ഒരു എന്താ പറയുന്ന ആ ഒരു ബന്ധം ആഴപ്പെട്ടൊരു സംഭവമാണ്. ശുശ്രൂഷയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കുടുംബജീവിതത്തിലേക്കെല്ലാം പ്രവേശിച്ചു. 2014 ആണ്ടിൽ ഇതേപോലെ നമുക്കൊരു വലിയ നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ ധ്യാനകേന്ദ്രത്തിലൊരു പീഡാനുഭവ ധ്യാനം നടക്കണം എന്ന്, അങ്ങനെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അതായത് ശനിയാഴ്ച തുടങ്ങി വലിയ ബുധനാഴ്ച തീരുന്നൊരു ധ്യാനം കോട്ടയാശ്രമത്തിൽ. അപ്പം അന്നും ഇതേപോലെ അഗസ്ത്യനാണേ ധ്യാനം നയിക്കുന്ന. അച്ഛൻ്റെ ടോക്കുകളെല്ലാം അത്രയ്ക്ക് ഇതാണല്ലോ. അപ്പം അങ്ങനെ ആ ധ്യാനത്തിന് ഞാൻ പാടുമ്പോൾ തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് വല്ലാത്തൊരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. കാരണം പലപ്പോഴും പാടുമ്പോൾ ബുദ്ധിമുട്ട്, പ്രൈസാവിഷപ്പ് ചെയ്യുമ്പോഴാലും എനിക്ക് ഭയങ്കരമായ വേദന ഇതൊക്കെ ഉണ്ട്. അപ്പം അന്ന് ചൂടുവെള്ളമൊക്കെ കുടിച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിലൊന്നും പറ്റുന്നില്ല. ഏതായാലും അതിനിടയ്ക്ക് പോരാൻ പറ്റാത്തതുകൊണ്ട് ആ ധ്യാനം ബുധനാഴ്ച പൂർത്തിയാക്കിയിട്ട് ഞാൻ വീട്ടിൽ വരുന്നു. വ്യാഴാഴ്ച പിന്നെ പെസഹ വ്യാഴം പള്ളിയിൽ പോയിട്ട് കുർബാനയിലെല്ലാം പങ്കെടുത്തു. അന്ന് പാടണ്ട എനിക്ക്, അന്ന് ആരാധനയിലൊക്കെ കുറേ നേരം ഇരുന്നു. വെള്ളിയാഴ്ച ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് അന്നത്തെ പാട്ടുകളുടെ പ്രത്യേകതയുണ്ട്. അന്ന് ഞാനാണ് പാടേണ്ടത്. അങ്ങനെ ഇതേപോലെ രാവിലെ പാടാനായിട്ട് ചെല്ലുന്നു. ബുദ്ധിമുട്ടിയാണെങ്കിലും വളരെ കഷ്ടപ്പെട്ടിങ്ങനെ പാടുന്നു. അന്നത്തെ പാട്ടുകൾ ഒത്തിരി ഉണ്ട്, താൻ ഒത്തിരി സമയം എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്.
അതിങ്ങനെ അവസാന ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്ക് ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് പൂർത്തീകരിക്കണമല്ലോ. അങ്ങനെ പൂർത്തീകരിച്ച് ഇങ്ങനെ ഈശോയുടെ കബറടക്ക രൂപവും വഹിച്ചുകൊണ്ടുള്ളൊരു പ്രദർശനം ഉണ്ടല്ലോ നഗരി കാണിക്കൽ. ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നുവെച്ചാൽ അത്ര ഫീലുള്ള പാട്ട് ഗാഗുൽത്ത മലയിൽ നിന്നുള്ള പാട്ട് ഇങ്ങനെ പാടാനായിട്ട് തുടങ്ങിയാണ്. ഞാൻ അങ്ങനെ ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റിൽ നിന്ന് പാടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം തലയാഴ്ച മുതൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതാണല്ലോ. ഏതായാലും പിന്നെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് അതങ്ങ് തീർത്തേക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാൻ തുടങ്ങി. കാരണം എന്തോ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് എന്ന പോലെ തലയാഴ്ച ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ ദുഃഖവിളിയെല്ലാം കഴിഞ്ഞു, ദുഃഖച്ചനെയും കഴിഞ്ഞു. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് ഒരു മനസ്സിൽ ചിന്ത വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ എറണാകുളം മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോവാണ്. സംസാരിക്കാൻ തടസ്സമുള്ളത് പാടുന്നു. സംസാരിക്കുമ്പോഴും ഭയങ്കര പിടുത്തമാണ്. സംസാരിക്കാൻ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ആയിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെല്ലുന്നു. 2 ജൂനിയർ ഡോക്ടർമാർ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ഡോക്ടർമാർ വളരെ വിശദമായിട്ട് പരിശോധനയെല്ലാം നടത്തുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കിയിട്ട് ഈ 2 ജൂനിയർ ഡോക്ടർമാരും അതിൻ്റെ ഹെഡും അവരൊരുമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് ഈ അതിൻ്റെ ഹെഡ് ഇങ്ങനെ എന്നോട് ചോദിച്ചു, ബെന്നി എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നല്ല കുറേ വർഷമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുള്ളി ചോദിച്ചത്, പാട്ടല്ലാണ്ട് വേറെ വല്ലതും അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാട്ടല്ലാണ്ട് ഈ വേറെ നിലവിൽ അറിയാൻ മേല. അപ്പോൾ പുള്ളി പിന്നെ അടുത്ത പറഞ്ഞ വാക്കൊരു ഇത്തിരി കടുകട്ടിയായി പോയി. എന്നൊരു കാര്യം ചെയ്യും, പറ്റാവുന്ന പണി എന്തെങ്കിലും വേറെ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ആലോചിച്ചു പുള്ളി തമാശയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ പുള്ളിയോട് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് പുള്ളി പറഞ്ഞിങ്ങനെ, പിന്നെ ഞങ്ങളുടെ പരിശോധനയിൽ കണ്ടൊരു കാര്യം ഇതാണ്, പിന്നീട് വോക്കൽ കോഡ് ചുരുങ്ങിപ്പോയതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് പാടാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ അതിന് പ്രത്യേകം ചികിത്സ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും നോക്കിയാളാൻ ഇങ്ങനെ പറഞ്ഞു. അത് വലിയൊരു ഷോക്കായിരുന്നു. കാരണം ആ നാളുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് വീട് പോകുന്നത്. ഞാനിരുന്ന വീടിരിക്കുന്ന ഒരവസ്ഥ, കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്, അവരിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. വല്ലാത്തൊരു സങ്കടം. കരഞ്ഞ് നിലവിളിച്ച് ഞാൻ വീട്ടിൽ വരുന്നു. എല്ലാവരും കൂടി ആഘോഷമായിട്ടിരുന്ന് കരഞ്ഞു. അമ്മച്ചി എന്നുണ്ട്. 25 വർഷമായിട്ട് ഇത് മാത്രം ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അറിയാനും മേല. ഏതായാലും അങ്ങനെ ഇരുന്ന് അപ്പോൾ ഈ വിഷയം നമ്മുടെ കോട്ടയം ആശ്രമത്തിലും എല്ലാവർക്കും അത് അറിഞ്ഞ കാര്യങ്ങൾ എല്ലായിടത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥന വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അപ്പം നമ്മുടെ ഗായിക മിൻമിനി ഉണ്ടല്ലോ, മിൻമിനി എൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിചയം അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അപ്പം മിൻമിനിക്ക് ഇതേപോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഒരു അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടൻ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് മിനി എനിക്കൊരു നമ്പർ തന്നു. തിരുവനന്തപുരം കിംസിലെ ഒരു ഡോക്ടർ ജയകുമാർ. ഏതായാലും ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. ഞാൻ അവിടെ ചെല്ലുന്നു. അദ്ദേഹം ഇതേപോലെ പരിശോധിച്ചിട്ട് കണ്ടെത്തിയ കാര്യം ഇതൊക്കെ തന്നെയാണ്, വോക്കൽ കോഡ് ചുരുങ്ങിപ്പോയതാണ്. ഞാൻ പരിഹാരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പുറത്ത് വേറെ പണി നോക്കാൻ പറഞ്ഞെങ്കിൽ അപ്പുറത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു. ഏതായാലും അങ്ങനെ ഒരു 3-4 തവണയെങ്കിലും ഞാൻ പോയെന്ന് എനിക്ക് തോന്നണം. പക്ഷേ എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ വല്ലാത്ത സങ്കടമായി, മാനസികമായിട്ട് പോലും വല്ലാണ്ട് ഇതാകാൻ തുടങ്ങി. പിന്നെ എന്താണോ ഈ തൊണ്ട സംബന്ധമായ പ്രശ്നമായതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ അതും ഇതൊക്കെ പറയാൻ തുടങ്ങി, വേറെ വല്ലതൊക്കെ ആണോ എന്നൊക്കെ ഉള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയമാണ്. അങ്ങനെ പോലും പലരും സംസാരിച്ചു. പിന്നെ ഞാനത് അത്ര ഇത് എടുത്തില്ല. പക്ഷെ എന്നാലും മനുഷ്യരാണല്ലോ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരും. ഏതായാലും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ വെച്ചാൽ കുടുംബം എല്ലാം തീരുമാനിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ 4-5 പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ തന്നെ ഒരു വോയിസ് ട്രെയിനിങ് നൽകുന്ന ഒരാളെ കൂടി വിളിച്ചു. അദ്ദേഹം ഒരു കീബോർഡൊക്കെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെയൊന്ന് പാടി നോക്കി, അങ്ങനെയൊന്ന് പാടി നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി വായിച്ചും തരുന്നുണ്ട്. പക്ഷെ എനിക്ക് വരുന്നില്ല, ഒന്നും വരുന്നില്ല. പിന്നെ എനിക്ക് സങ്കടമായി. ഞാൻ അവിടെ നിന്നൊരു തീരുമാനം എടുത്ത്, കർത്താവേ, ഞാനിപ്പോൾ 2ാമത്തെ ഡോക്ടറെ വരുന്നത്. അദ്ദേഹത്തിനടുത്ത് ഒരു 3-4 തവണ വരികയും ചെയ്തു. ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പാടി, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈശോ, ഞാൻ ഇനി ഡോക്ടറെ കാണലൊക്കെ ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും ശുശ്രൂഷ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ കർത്താവ് ഇനി എനിക്കൊരു ആ സ്വരം തിരിച്ചു തരണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ അവിടെ നിന്ന് തന്നെ ഡോക്ടർക്ക് ഗുഡ് ബൈ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പോന്നു. വീട്ടിൽ വന്നു. അപ്പം ഇങ്ങനെ എല്ലാവരും പറഞ്ഞൊരു കാര്യം ചെയ്യും, ഏതായാലും ഇപ്പോൾ 2-3 മാസമായി, ഒരു ധ്യാനം പോയി കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടെ ധ്യാനം കൂടാനായിട്ട് തീരുമാനമെടുത്ത് നമ്മൾ ഡിവൈനിൽ വരികയാണ്. അപ്പോൾ കൊച്ചു മാത്യച്ചൻ ആണല്ലോ എൻ്റെ തുടക്കത്തിലൊക്കെ സപ്പോർട്ട് ചെയ്ത ആളും, അച്ഛൻ്റെ ഒരു ഇതിലാളും ഡിവൈൻ ഡയറക്ടറാണ്. അപ്പോൾ ഈ വിഷയമൊക്കെ അറിയാം. അപ്പോൾ അച്ഛൻ അങ്ങനെ അവിടെ വരുന്നു. ഞാനും വൈഫും ധ്യാനിക്കാനായിട്ട് വരുന്നു. അപ്പം ഞായറാഴ്ച ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ അച്ഛൻ ഇങ്ങനെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഒരു 1/4 മണിക്കൂർ നല്ല സ്തുതിപ്പാണ്. അപ്പോൾ അന്ന് അച്ഛൻ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ വളരെ ആഘോഷമായിട്ട് വരുന്നു. ഞാൻ 2 കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അധികം ഇതായിട്ട് എനിക്ക് പറ്റുന്നില്ല. അച്ഛൻ പാടുന്ന പാടത്ത് എനിക്ക് പാടാൻ പറ്റുന്നില്ല. എൻ്റെ വൈഫ് അടുത്ത് നിന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ അങ്ങ് പോകുന്ന സമയത്ത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കാണും അച്ഛൻ പെട്ടെന്നൊരു ദർശനം കാണുകയാണ്. അച്ഛൻ ഇങ്ങനെ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്, ഈശോ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇങ്ങനെ തേൻ പോലുള്ള എന്തോ ഒരു ദ്രാവകം ഇങ്ങനെ ഇറ്റിച്ച് വീഴിക്കുന്ന ഒരു ദർശനമാണ് അച്ഛൻ കാണുന്നത്. അപ്പോൾ തന്നെ അച്ഛനെന്ന് വിളിച്ച് പറഞ്ഞു, കോട്ടയം ആശ്രമത്തിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്ന ബെന്നിയുടെ അരികിലേക്ക് ഈശോ വന്നിട്ട് ഇതുപോലെ തൊണ്ടയുടെ ഭാഗത്ത് ഇങ്ങനെ തേൻ ഇറ്റിച്ച് വീഴിക്കുന്ന ഒരു ദർശനം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്നൊരു ഇത് തൊണ്ടയങ്ങ് തുറന്നു. പിന്നീട് എനിക്ക് നന്നായിട്ട് അങ്ങ് പാടാൻ പറ്റുന്നുണ്ട്, സ്തുതിക്കാൻ പറ്റി. ആ ഒരൊറ്റ നിമിഷത്തിലാണ് ആ ഒരു ഹീലിംഗ് സംഭവിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഒരു ദിവ്യകാരുണ്യത്തിന്റെ ഒരു സാന്നിധ്യത്തിലായിരുന്നു. ഈശോനെ എഴുന്നേൽപ്പിച്ചുള്ള ഒരു പ്രൈസാമർഷിപ്പിന് ഇടയ്ക്കാണ്. പരിശുദ്ധ അമ്മ ഒന്ന് ചെയ്യണം കേട്ടോ. ഇതിനൊക്കെ ഒരു കണക്ഷൻ കിടപ്പുണ്ട്. അത് തന്നെ അമ്മയുടെ ഗാനമൊക്കെ പറഞ്ഞത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും വെച്ചാൽ അത് തന്നെയല്ല, ഞാൻ പറഞ്ഞില്ല വെച്ചാൽ ഈ അമ്മേനെ തള്ളി പറഞ്ഞ കൂട്ടത്തിൽ എങ്ങനെ വന്നാലും വേറൊരാളെ കൂടെ തള്ളി പറയണമല്ലോ വിശുദ്ധ കുർബാന. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു നേരെ തിരിച്ചാണ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും വിശുദ്ധ കുർബാനയുടെ നടുവിൽ ആരാധന സമയത്താണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്. അതിനുശേഷം വെച്ചാൽ അതിനു മുമ്പ് വരെ എൻ്റെ പാട്ട് കേട്ടിരുന്നവരും അല്ലെങ്കിൽ എൻ്റെ സ്വരം കേട്ടിരുന്നവരും പറഞ്ഞൊരു വ്യത്യാസം, പിന്നെ ഈ പണ്ടത്തതിനേക്കാളും മനോഹരമായിട്ടാണ് ഇപ്പോൾ നീ പാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്നത്തതിനേക്കാളും സ്വരത്തിന് കുറച്ചും കൂടി എന്തോ ഒരു തെളിച്ചോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിട്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും വെച്ചാൽ അന്നത്തെ ആ ഒരു ഭയങ്കര സൗഖ്യം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ആ സമയത്ത് തൊണ്ട ഫുള്ളങ്ങ് തുറന്നു. ഞാനൊരു ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ് പിറ്റേ ആഴ്ച പോലെ ഞാൻ വീണ്ടും നമ്മുടെ ആശ്രമത്തിലെ സജീവമായിട്ട് ഇതൊരു മാർച്ച് മാസത്തിലാണ് സംഭവിച്ചത്. മാർച്ച്, ഏപ്രിൽ, മെയ് ആ 3 മാസം ഈ പ്രശ്നങ്ങളായിട്ട് നടക്കായിരുന്നു. ജൂൺ മാസം മുതൽ ഞാൻ വീണ്ടും നമ്മുടെ ധ്യാനത്തിൽ വളരെ സജീവമായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഇതുവരെയും ഒന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ജലദോഷ പനിയൊക്കെ വരുമ്പോൾ ഒരു 1-2 ദിവസത്തെ ഒരു ഇതല്ലാണ്ട് മറ്റു ഇതുവരെയും. അപ്പം എന്നെ അന്നും നയിക്കുന്നൊരു വചനമുണ്ട്. ഞാൻ അന്ന് ഈ പ്രാർത്ഥനാ സഹായം പലയിടത്തേക്കും ഒക്കെ എഴുതി അയച്ചായിരുന്നു. അപ്പോൾ ശാലോം അതിലേക്ക് ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന സഹായം അയച്ചപ്പോൾ അവരെനിക്ക് അയച്ചു തന്ന മറുപടി ആയിട്ട് അയച്ചു തന്നൊരു വചനമുണ്ട്. സങ്കീർത്തനം 118:14 കർത്താവിൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അത് ഞാൻ മരിക്കുവോളം മറക്കത്തില്ല. കാരണം ആ വചനത്താൽ തന്നെയാണ് അതും സംഭവിച്ചത്. കാരണം കർത്താവിൻ്റെ ബലമാണ് എൻ്റെ ഗാനമാണ്. ഈശോയ്ക്ക് വേണ്ടി തന്നെയാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വചനവും എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും സാക്ഷ്യത്തിൽ പറയാറുള്ളൊരു കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 51-ാം 21-22 എനിക്കൊരു നിധി കൈവന്നു, കർത്താവ് ഒരു നാവ് നൽകി, അത് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അപ്പം ശരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു സൗഖ്യം എനിക്കത് സാക്ഷ്യപ്പെടുത്താണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത്, നമ്മുടെ പണിയായുധം എന്ന് പറയാമല്ലോ നമ്മുടെ തൊണ്ട. അവിടെയാണ് വന്നത്. ജീവിതം തന്നെ അതാണ്. ഏതായാലും ഇപ്പം അതിനുശേഷം ഇന്ന് വരെ ഇന്നിപ്പോൾ ധ്യാനം കഴിഞ്ഞാണല്ലോ അങ്ങോട്ട് വന്നത്. അപ്പം ദൈവം ഇതുവരെ അത്ഭുതകരമായിട്ട് എത്തിച്ചിരിക്കുന്നു. ഇപ്പം പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. പക്ഷെ ഈ അനുഭവങ്ങൾ നടന്ന ആ ഒരു 2-3 ആഴ്ചകൾ, 1 മാസത്തിൻ്റെ അടുത്ത് കാണും അല്ലേ? ആ കാലഘട്ടം കടന്നുപോയൊരു മനസ്സിന്റെ വിഷമം എന്നൊക്കെ ഇപ്പം നമുക്ക് ചിന്തിക്കാതെ അപ്പുറത്താണ്. അത് ശരിക്കും വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ ആണോ, ചിലരിങ്ങനെയാണ് പറയുന്നത്, ബെന്നിക്ക് വേറെന്തോ ആണ്, അവനും പറയാനിട്ടൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പം ഇത് 10 പേരടുപ്പിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തോട് എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡ് മാറുകയാണ്. തന്നെയല്ല ആ സമയങ്ങളിലൊക്കെ ഒന്നും സപ്പോർട്ടീവായിട്ട് ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു വലിയ സങ്കടമായിരുന്നു. കാരണം ചോദിക്കാനോ അന്വേഷിക്കാനോ അങ്ങനത്തെ ഒരു വലിയ സങ്കടത്തിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഞാൻ പറഞ്ഞില്ല വെച്ചാൽ എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. ആ കർത്താവ് അത്ഭുതകരമായിട്ട് ഇപ്പോഴും അപ്പോഴും ഒക്കെ പരിപാലിച്ചു. ഇത്രയും വർഷത്തെ ശുശ്രൂഷ ജീവിതം വെച്ച് തന്നൊരു ആത്മീയ ബലം അതാണ്. അപ്പം അത് അതേ തുടർന്നാണെങ്കിൽ പോലും പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. 100 കാര്യങ്ങൾ വേറെയുണ്ട്, സൗഖ്യങ്ങൾ വേറെ കിട്ടിയതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ അത്ര കണ്ട് ഞാൻ വിലമതിക്കുന്ന ഒരു കാര്യം ഇതാണ്. കാരണം കർത്താവിന് വേണ്ടി പാടുക, അതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ബ്രദർ ബെന്നിയുടെ ജീവിതാനുഭവങ്ങളൊക്കെ കേട്ടത് ഒരുപക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊക്കെ തോന്നുമായിരിക്കാം. തൊണ്ടയ്ക്കൊരു സൗണ്ട് പോയതല്ലെന്നൊക്കെ സിമ്പിളായിട്ട് കേട്ട് പറയാം. ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരുടെ രോഗത്തെക്കുറിച്ചോ ആരുടെ വേദനയെക്കുറിച്ചോ കേൾക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്കുണ്ടാകുന്നത് 1 മിനിറ്റ് നേരത്തെ സിമ്പതിയാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനൊരു വേദന വന്ന് നിൽക്കാത്രത്തോളം കാലം. ഒരാൾക്കൊരു ക്യാൻസറാന്ന് കേട്ടു, തളർന്നു കിടക്കുകയെന്ന് കേട്ടു, കിഡ്നി ഫെയിലറാന്ന് കേട്ടുമ്പോൾ അയ്യോ പാവം കുഞ്ഞു മക്കളുണ്ടല്ലോ, ഇതിലൊതുങ്ങും നമ്മുടെ സംസാരം. പക്ഷേ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒന്ന് വന്നു കഴിയുമ്പോഴാണ് നമ്മളൊക്കെ വിറങ്ങലിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്. ഒപ്പം രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടെ തന്നെ ദൈവം കൈപിടിച്ച് നടത്തിയ വഴികളാണ് അദ്ദേഹം പങ്കുവച്ചത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്, കലാകാരനാണ്, എല്ലാമാണ്. അതിനിടയിലുണ്ടായ അനുഭവങ്ങളും അതിലൂടെ കടന്നുപോയ സങ്കടവും അത്ഭുതകരമായിട്ട് ദൈവം നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആ സൗണ്ട് തിരിച്ചു കൊടുത്തുമൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഇദ്ദേഹത്തിലൂടെ കൂടുതൽ ഈശോയിലേക്ക് എടുക്കാനും പരിശ്രമിക്കുക. ദൈവം തന്ന ആരോഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. ബെന്നിച്ചേട്ടാ, ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് ഞങ്ങൾ നന്ദി പറയുക. ചേട്ടന് കിട്ടിയൊരു ദൈവാനുഭവം അത് പങ്കുവെച്ച് കേൾക്കുമ്പോൾ കുറച്ച് രോഗികൾ ഇത് കാണുന്നുണ്ടായിരിക്കാം. ആ രോഗികൾക്കൊക്കെ ഒരു പ്രത്യാശയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴും ദൈവം കൈപിടിച്ച് രക്ഷപ്പെടുത്തുമെന്ന്. ഞങ്ങളോടൊപ്പമായിരുന്ന ബെന്നിച്ചേട്ടൻ്റെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ മേഖല, കുടുംബം, മക്കള് അവരുടെ ജീവിതാന്തസ്സിലേക്കൊക്കെ പ്രവേശിക്കുന്ന പ്രായമായിക്കൊണ്ടിരിക്കുക, ജോലി കാര്യങ്ങളൊക്കെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അങ്ങയിൽ നിന്ന് ഒരുപാട് കലാസൃഷ്ടികളും ഗാനോപഹാരങ്ങളും പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഒരറിയിപ്പ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ദൈവം തൊട്ടറിഞ്ഞ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും രോഗപീഠകളിൽ സൗഖ്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു അനർത്ഥത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചതായിരിക്കാം, എന്തുമാകട്ടെ, ദൈവം തൊട്ടതുപോലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ട്. അത് മറ്റുള്ളവരായിട്ട് സാക്ഷ്യം പങ്കുവെക്കാനായിട്ട് ആഗ്രഹം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ TV സ്ക്രീനിൽ ഗുഡ്നസ് TVയുടെ ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന സാക്ഷ്യങ്ങളാണെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളും എന്നോടൊപ്പം ഈ കസേരയിലുണ്ടാകും. ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങൾ, എന്തെങ്കിലും മാരകമായ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ട്, ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ സഹായവും വാട്സപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും ഗുഡ്നസ് TV നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി നമ്മൾ ബെത്സൈദയിൽ കണ്ടുമുട്ടും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡിൽ നമ്മൾ ബ്രദർ ബെന്നിയുടെ ദൈവാനുഭവങ്ങളുടെ കഥയാണ് കണ്ടറിഞ്ഞത്. ദൈവം അനുഗ്രഹിച്ച ഒരു സംഗീതജ്ഞൻ, പാട്ടുകൾക്ക് ഈണം നൽകി ഗാനം ആലപിക്കുന്നു, വരികൾ എഴുതുന്നു, ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ തിരക്കുകളുടെ നടുവിൽ വോക്കൽ കോഡ് ചുരുങ്ങിപ്പോകുന്നതിന് ഫലമായി സ്വരം നഷ്ടപ്പെട്ടു പോകുന്നൊരു സഹോദരനെ ദൈവം തൊട്ടു സുഖപ്പെടുത്തിയതാണ് കേട്ടത്. നമുക്ക് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ദൈവമേ, നീ ചെയ്യുന്ന മഹനീയമായ പ്രവൃത്തികൾ ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നവയല്ല, പറയാൻ വാക്കുകൾ ഞങ്ങൾക്കില്ല. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ കരങ്ങൾ ശക്തമാണ്. നീ ഇടപെട്ടാൽ തീരാത്ത പ്രശ്നങ്ങളില്ല, നീ കൈവച്ചാൽ തീരാത്ത രോഗങ്ങളില്ല, നീ ഇറങ്ങി വന്നാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. സർവശക്തനായ ദൈവമേ, എളിയവരും പാപികളും ബലഹീനരുമായ ഞങ്ങൾ നിന്റെ മുമ്പിൽ പ്രണാമം ചെയ്യുക. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതാനും പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്, അവരെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ഒന്നൊരു തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, ഒപ്പം കിഡ്നിക്കും തകരാറുകളുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സഹോദരനെ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനു എന്ന് പറയുന്ന ഒരു സഹോദരൻ കുറച്ച് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുക, പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്, ആളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വത്സ എന്ന് പറയുന്ന ഒരു സഹോദരി, മജ്ജയിൽ ക്യാൻസറാണ്, മജ്ജ മാറ്റിവെക്കേണ്ട അവസ്ഥയൊക്കെയാണ്. ആ സഹോദരിയെയും ആ രോഗാവസ്ഥകളെല്ലാം ദിവ്യകാരുണ്യയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സന്തോഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, 2 കിഡ്നിക്കും തകരാറുള്ളൊരു സഹോദരൻ, പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുക.
ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ അറിവിലുള്ള രോഗികൾ പ്രിയപ്പെട്ടവരൊക്കെ സമർപ്പിച്ചോ. ബെത്സൈദ എന്ന പ്രോഗ്രാമിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരത്തെയാണ്. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണമേ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മേൽ സ്വർഗത്തിൽ നിന്നൊരു ഉത്തരം നൽകണേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുക. കർത്താവെ, ഗലീൽ തടാകത്തിന്റെ തീരത്തുകൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും വചനപ്രഘോഷണവുമായി കടന്നുപോയ കർത്താവെ, ഇന്നും നീ ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും നീ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിന്റെ കരങ്ങൾ ഇപ്പോൾ തന്നെ നീ വേദനിക്കുന്നവരെ നേരെ നീട്ടണമേ. ആരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരൊക്കെ ദാഹത്തോടെ നിന്നെ